Attention, stand at this. Attention, prayer. കാരുണ്യ കൈനീലക്കായൂരു ജ്യോതിശ്രീ നേരായ മാർഗം നീ കാട്ടണമേ. ഇത്തിരി മുന്നോട്ട് പോകുവാനായി എൻ്റെ ഉൾത്തിരിയൊന്നു കൊളുത്തണമേ. ബുദ്ധിയും ശക്തിയും മുക്തിയും നീയല്ലോ, സത്യവും ശാന്തിയും നീതാനല്ലോ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ന്യൂനമവിടുത്തെ സൃഷ്ടിയല്ലോ, ന്യൂനമവിടുത്തെ സൃഷ്ടിയല്ലോ, ന്യൂനമവിടുത്തെ സൃഷ്ടിയല്ലോ. Stand at this. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് 4Aൽ നിന്നും ആരംഭിച്ച് മമതയ്ക്ക് വിജയം. ഒരുക്കങ്ങൾ തുടങ്ങി. സ്കൂൾ തുറക്കാൻ മാർഗരേഖ 5-ന്. ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഇടവിട്ട ദിവസം. 1 മുതൽ 7 വരെ ക്ലാസുകൾ ആഴ്ചയിൽ 3 ദിവസം. ക്ലാസ്സിൽ ഒരേ സമയം 20-30 കുട്ടികൾ മാത്രം. കോവിഡ് ജീവനക്കാർക്ക് 7 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോകാം. കോവിഡ് പ്രതിരോധം. വിദ്യാർത്ഥികൾക്ക് ഹോമിയോ ഗുളിക. കായികം. സഞ്ജു സാംസൺ തിളങ്ങിയിട്ടും രാജസ്ഥാന് തോൽവി. എത്തിപ്പിടിച്ച് കൊൽക്കത്ത. ഡൽഹിക്കെതിരെ കൊൽക്കത്ത 3 വിക്കറ്റ് വിജയം. നന്ദി. Good morning all. Thought of today. Education is the most powerful weapon which you can use to change the world. I repeat my thought. Education is the most powerful weapon which you can use to change the world. By APJ Abdul Kalam. Thank you. Have a nice day. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഒക്ടോബർ മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി കഴിഞ്ഞു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ കളിമുറ്റം ഒരുക്കാം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധ പരിപാടികളിലൂടെ നമ്മുടെ സ്കൂളും അങ്കണവും ക്ലാസ് മുറികളുമൊക്കെ വൃത്തിയാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. നവംബർ 1-ാം തീയതി സ്കൂളിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണത് എന്നെനിക്കറിയാം. ക്ലാസ് റൂമുകളും വിദ്യാലയാങ്കണവും ടോയ്ലറ്റും ലാബും ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ ഭംഗിയാക്കി നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഗാന്ധി ജയന്തിയിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. പണ്ടൊക്കെ സ്കൂളുകളിൽ ഒരാഴ്ചക്കാലം സേവനവാരം ആചരിക്കും. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാ കുട്ടികൾക്കും. പ്രത്യേകിച്ച് പഠനം മാത്രമല്ല, ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാവരും ഉത്സാഹിച്ച് കൂട്ടായി നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ എല്ലാവർക്കും ലഭിച്ചിരുന്നു. പിന്നീട് അത് ചുരുങ്ങി സേവന ദിനം മാത്രമായിട്ട് മാറി. ഇപ്പോൾ മാസങ്ങളായി അടഞ്ഞു കിടക്കുന്ന വിദ്യാലയം ഉണർന്നെഴുന്നേൽക്കാൻ പോകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വൃത്തിയാക്കൽ ഈ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തന്നെ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളും ചിന്തിക്കണം. ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കരുതിയ ഒരു കാര്യം തന്നെയാണ് ക്ലീൻലിനെസ്. ഗ്രാമങ്ങളെല്ലാം പരിസരവും ചുറ്റുപാടും ഒക്കെ എപ്പോഴും വൃത്തിയായി കിടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതനുസരിച്ച് എല്ലാവരും അത് പാലിച്ചു പോരാൻ ശ്രമിച്ചിരുന്നു. നമുക്കും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആ ആശയത്തോട് ചേർന്നുകൊണ്ട് വിദ്യാലയം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം സ്കൂളിലെത്താൻ കഴിയാതെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ പഠനമുറികളും വീടിൻ്റെ പരിസരവുമൊക്കെ വൃത്തിയാക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ബാലകലോത്സവം ഈ ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. പഠനത്തോടൊപ്പം നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ലഭിക്കുന്ന അവസരത്തിൽ എല്ലാ കുട്ടികളും അതിൽ പങ്കുചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഷോർട്ട് ഫിലിമും കൂടെ ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹെഡ് മിസ്ട്രസ് ബീന ടീച്ചർ.